ഡിസംബർ 4 ആഗമനകാലത്തെ ആദ്യത്തെ ആഴ്ചയിലെ ബുധനാഴ്ച. മത്തായി 15:29 മുതൽ 37 വരെ വാക്യങ്ങൾ. 2007 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കോളെ ഓപ്പിയോയിലെ റോം കാരിത്താസ് നടത്തുന്ന സൂപ്പ് കിച്ചൺ സന്ദർശിക്കുകയുണ്ടായി. ഈ കാരിത്താസ് സൂപ്പ് കിച്ചണിൽ നിന്ന് ദിവസവും പ്രയോജനം നേടുന്ന നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഊഷ്മളമായ ആശംസകൾ അർപ്പിക്കുന്നെന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു. റോം കാരിത്താസിൻ്റെ പ്രതീകമായി കണക്കാക്കാവുന്ന ഈ സൂപ്പ് കിച്ചണിൽ വിശക്കുന്ന സഹോദരങ്ങളിലും അവർക്ക് ഭക്ഷണം നൽകുന്നവരിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സ്പഷ്ടമായി അനുഭവിക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ നാം ദൈവവുമായി കൂടുതൽ പരിചയപ്പെടുന്നതായി ഒരാൾക്ക് അനുഭവപ്പെടും. ബത്ലഹം ഗ്രോട്ടോയിൽ വാസ്തവത്തിൽ ഒരു നവജാത ശിശുവിൻ്റെ ദാരിദ്ര്യത്തിൽ എല്ലാറ്റിൻ്റെയും ആവശ്യകതയിൽ അവൻ സ്വയം വെളിപ്പെടുത്തി. യഥാർത്ഥത്തിൽ മാർപ്പാപ്പ തുടർന്നു, യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം, ജീവൻ്റെ അപ്പം, ഈ സൂപ്പ് അടുക്കളയിൽ എല്ലാ ദിവസവും ഒരു പ്രത്യേക രീതിയിൽ ദൃശ്യമാകുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ജാതി, മത, സംസ്കാരം എന്നിവയുടെ വ്യത്യാസമില്ലാതെ വ്യക്തികളെ സേവിക്കുന്ന സ്ഥലമാണ് സൂപ്പ് കിച്ചൺ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ദൈവവചനത്തിനായി വിശക്കുന്നവരിലേക്കും രോഗശാന്തിക്കായും അപ്പത്തിനായും വിശക്കുന്നവരിലേക്കും എത്തിച്ചേരുന്നത് നാം കാണുന്നു. യേശു വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു. അവൻ ഒരിക്കലും തൻ്റെ മക്കളെ കരുതലില്ലാതെ ഉപേക്ഷിക്കുന്നില്ല. ആരും പട്ടിണി മൂലം തളർന്നു പോയില്ലെന്ന് അവിടുന്ന് ഉറപ്പ് നൽകുന്നു. അവൻ്റെ രാജ്യത്തിൽ ധാരാളമുണ്ട്. കാരണം അവൻ ആവശ്യത്തിലധികം ഉള്ളതിനാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. എല്ലാത്തിനുമുപരി യേശു ഈ ലോകത്തിലെ എല്ലാ വിഭവങ്ങളുടെയും സൃഷ്ടാവാണ്. ഇന്ന് പരസ്പരം പങ്കുവയ്ക്കാനും പരിപാലിക്കാനും യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കാൻ അവന് കഴിയുമെങ്കിലും നാം അവൻ്റെ സഹസൃഷ്ടാക്കളാകാൻ യേശു ആഗ്രഹിക്കുന്നു. നമുക്കുള്ളതെല്ലാം അവന് സമർപ്പിക്കാം. അവൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. യേശു വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിയതുപോലെ ഇന്ന് നമുക്ക് ചുറ്റും നോക്കാം. വിശക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളോട് കരുണ കാണിക്കാം. ശിഷ്യന്മാരെ പോലെ ഒരുപക്ഷെ നമ്മളും ചോദിച്ചേക്കാം, ഇത്രയും പേർക്ക് ഭക്ഷണം നൽകാൻ നമുക്ക് എവിടെ നിന്ന് പണം ലഭിക്കും, അല്ലെങ്കിൽ അപ്പം ലഭിക്കും? ദാരിദ്ര്യത്തിൻ്റെ വലിയ പ്രശ്നത്തിനിടയിൽ നമുക്ക് നിസ്സഹായത അനുഭവപ്പെടാം. എന്നിരുന്നാലും അതിനുള്ള ഒരു മാർഗമുണ്ടെന്ന് സുവിശേഷ വായനയിൽ യേശു കാണിച്ചു തരുന്നു. യേശുവിൽ ഒന്നും അസാധ്യമല്ല. അവൻ ഗുണനത്തിൻ്റെ ദൈവമാണ്. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ അവന് കഴിയും. പിന്നെയും ബാക്കിയുണ്ടാകും. യേശുവിൽ സംതൃപ്തിയുണ്ട്. അവൻ നമുക്കായി പ്രദാനം ചെയ്യുന്ന ഭൗതിക വസ്തുക്കളേക്കാൾ അവൻ നമുക്ക് സന്തോഷവും മനസ്സമാധാനവും സംതൃപ്തിയും നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ ഉപരി മറ്റെന്താണ് നമുക്ക് ചോദിക്കാവുന്നത്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.